അയ്യോ എന്തിനാടാ ചിരിക്കുന്നേ? അച്ഛാ, അച്ഛൻ എന്നെ അടിക്കത്തൊന്നുമില്ല. അതിലച്ഛൻ വീക്കാ. ഒരു പ്രാവശ്യം എന്നെ അടിക്കാൻ വന്നു. ഞാൻ കരയുന്ന പോലെ അങ്ങ് അഭിനയിച്ചു. അത് കണ്ട് അച്ഛനും കരഞ്ഞു. അച്ഛൻ ഒത്തിരി വീക്കാന്ന്. അയ്യോ അയ്യോ, വിജി കുളിക്കാൻ പോയതല്ലേ. ഇപ്പൊ വിക്രം അകത്തോട്ട് വന്നാ ഇവിടെ ഇരിക്കും. വിജി കുളിച്ചിട്ട് വരും. ഇവരെ നേരിട്ട് കണ്ടാ എല്ലാ കഥ അതോടെ തീരും. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, എന്തേലും ഒന്ന് പറയടാ. ഒരു ഐഡിയ താടാ. വിക്രം ഇപ്പൊ ഇങ്ങോട്ട് വരും. അത് വീക്ക്നെസ് അല്ല, അഫക്ഷനാ. അതുണ്ടല്ലോ. എന്നാ വാ, നമുക്ക് പോവാം. എടാ പാടാ, പോടാ നമുക്ക്. അതാ അച്ഛൻ ഞാനും പറയുന്നേ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. എടാ ഞാൻ പറഞ്ഞ നിലയുടെ വീട്ടിലേക്കാ. ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലേക്കാ. നിലയുടെ വീട്ടിലേക്ക് പോവാൻ മോനെ. നമ്മുടെ വീട്ടിലേക്ക് പോവാച്ചാ. നിലയുടെ വീട്ടിലേക്ക് പോടാ. നമ്മുടെ വീട്ടിലേക്ക് പോവാച്ചാ. ഇനി പിടിച്ചു വലിച്ചുകൊണ്ട് പോയാലേ ശരിയാവുള്ളൂ. വാടാ അവിടെ. അമ്മേ, ഞാൻ എന്തോരം ശ്രമിച്ചെന്നറിയോ? അളിയനെ അവിടെ നിർത്തി കവിനെ മാത്രം ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല അമ്മേ. അത് നടക്കുന്നില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തേലും ഒരു കള്ളം പറഞ്ഞ് വിക്രം അകത്ത് വരാത്ത പോലെ നമുക്ക് നോക്കണം. സുഖാണോ മോനെ? കേട്ടില്ലേ? കേറി വാന്നൊരു വാക്കുപോലും പറഞ്ഞു. സുഖാണോന്ന് മാത്രാ ചോദിക്കുന്നത്. ഈ വീട്ടിൽ വന്ന് എങ്ങനെ സന്തോഷിച്ചിരിക്കുന്നേ? അങ്ങനൊന്നും പറയില്ലേ. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞോണ്ടിരിക്കുക. അമ്മേ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ കവിനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. ഇപ്പൊ സന്തോഷായോ? മതി മോനെ. മോൻ നേരിട്ട് കൊണ്ട് ഇവിടെ ആക്കിയതിന് ഒത്തിരി നന്ദി. മോനെ, മോൻ വേണമെങ്കിൽ പൊക്കോ. ഞങ്ങള് തിരിച്ചു കൊണ്ട് നാക്കിക്കോളാം. അല്ല എന്തിനാ? ഏയ് നില, എന്താ ക്യാപ്പൊക്കെ വെച്ച് ഞെട്ടിക്കുന്നുണ്ടല്ലോ? എന്താ സ്പെഷ്യൽ ഇന്ന്? അല്ല അങ്കിൾ, കവിൻ വരെയല്ലേ, അതുകൊണ്ട് ഞാനും പാചകം ചെയ്യായിരുന്നു. പാചകമൊക്കെ അറിയാം മോക്ക്? ആഹാ, നീല കുക്ക് ചെയ്യോ? എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കും. മുത്തശ്ശി, ഇപ്പൊ എന്തിനാ വിക്രമങ്ങളിനോട് പെട്ടെന്ന് പോവാൻ പറഞ്ഞത്? നമ്മുടെ വീട്ടിലേക്ക് വന്നല്ലേ. അങ്കിൾ വാ, വന്നിരിക്ക്. അയ്യോ, ഞാൻ കവിൻ മോനെ ഇരിക്കും. അയ്യോ, നമ്മൾ വിചാരിച്ച പോലെയല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത്. നന്നായിരിക്കുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. വിജി വിളിക്കുന്ന കേട്ടില്ലേ? നീ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യല്ലടാ. ഒരു മിനിറ്റ്. ചെല്ല് ചെല്ല്. എന്താ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? അതൊന്നുമില്ല മോനെ, എനിക്ക് കുറച്ച് BP കൂടുതലായി. അതിന്റെ കുഴപ്പം, വേറൊന്നുമില്ല. ചേച്ചി. എന്താ ശിവ, ആരാ വന്നത്? ചേച്ചി, അത് പിന്നെ സിലിണ്ടർ കൊണ്ട് വന്നതാ. മോനെ, വെള്ളം കുടിക്ക. കവിൻ, വെള്ളം എടുക്ക. ആരോ ഗസ്റ്റ് വന്നാണോന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ ഏത് ഗസ്റ്റ് ചേച്ചി വരാൻ? വേഗം പോയിട്ട് വാടാ. എന്താടാ, എന്തായി? അവള് കുറച്ച് സമയത്തിനുള്ളിൽ കുളിച്ചിറങ്ങും. എന്തെങ്കിലും ആലോചിച്ചോ നീ? അവര് രണ്ടുപേരും കണ്ട ആകെ പ്രശ്നാവൂടാ. അമ്മ, എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. എന്റെ തലയിലൊന്നും വരുന്നില്ല അമ്മ. അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് കണ്ടുപിടിക്കും. എന്താ ട്യൂബ്ലൈറ്റ് ആണോ? ഐഡിയ കിട്ടിയടാ. ഞാൻ പറയണ പോലെ നീ പോയങ്ങ് ചെയ്താ മതി. എന്താ നീ ഇപ്പൊ ചെയ്യേണ്ടതേ, ഈ വീട്ടിലേക്ക് വരുന്ന കറണ്ട് കണക്ഷൻ ഇല്ലേ, അത് നീ അങ്ങ് പോയിട്ട് ഓഫാക്ക്. കറണ്ട് ഇല്ലെങ്കിൽ അധിക സമയമൊന്നും ഇരിക്കില്ലല്ലോ. ചെല്ലു. ചൂടെടുക്കുമ്പോ നമ്മള് പറഞ്ഞില്ലേലും അവരങ്ങ് പൊക്കോളും. അത്രയല്ലേ ഉള്ളൂ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. ഞാനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ? അമ്മ വെറുതെ സംസാരിച്ചോണ്ടിരിക്കേ. എന്തോ നിങ്ങൾ രഹസ്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് ഒന്നുമില്ല മോനെ. വീട്ടില് വരുന്നവരെ എങ്ങനെയൊക്കെ സ്വീകരിക്കണ്ടേന്ന് അവൻ എന്നോട് പറഞ്ഞു തരുമായിരുന്നു. ഓഹോ, പോടാ അവന്റെ ഒരു കാര്യം.
അയ്യോ കറണ്ട് കട്ടായി പോയല്ലോ. ആ, അമ്മേ അയ്യോ വിജി വിളിക്കുന്നു. അകത്ത് ആരെങ്കിലും ഉണ്ടോ? ശബ്ദം കേൾക്കുന്നു. അതെ മോനെ, അകത്ത് ആളുണ്ട്. അത് വേറെ ആരുമല്ല, അടുത്ത വീട്ടിലെ പെൺകുട്ടിയാ. അവളുടെ അമ്മ അവളെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്ന ഒരു സ്വഭാവ. അല്ല അടുത്ത വീടോ? ഏത് നേരം നോക്കിയാൽ എങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. ആ സൗണ്ട് ഇവിടെ കേക്കാം. ഭയങ്കര ഡിസ്റ്റർബൻസാ മോനെ. ഓ ശരി ശരി. അതുകൊണ്ടൊരു നല്ല വീട് വേറെ അന്വേഷിക്കാന്ന് വിചാരിക്ക. ശരി. എന്തിനാ മുത്തശ്ശി ഓരോന്ന് മാറ്റി മാറ്റി പറയുന്നത്? അമ്മയല്ലേ ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുന്നത്? മോനെ, മോൻ തെറ്റിദ്ധരിക്കില്ലെങ്കി നമുക്ക് പുറത്ത് കാറ്റ് കൊണ്ട് സംസാരിക്കാം. ഒരുപാട് സമയം ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല, ചൂടെടുക്കും. അതുപോലെ കറണ്ട് പോയാ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരൂല്ല. അതൊന്നും കുഴപ്പമില്ല, സാരില്ല നീ. അച്ഛാ പോവാ അച്ഛാ, ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ദേ വിയർക്കാനും തുടങ്ങി. വാ അച്ഛാ നമുക്ക് പോവാം. നീ ആദ്യം ആ കൂളിംഗ് ഗ്ലാസ് മാറ്റ. അവിടെ ഇരിക്കട്ടെ, ഞാൻ വെച്ചോളാം. മോനെ, കവിമോൻ പറഞ്ഞ് ഈ കാര്യങ്ങളും നമ്മൾ അനുസരിക്കണ്ടേ? അവന് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. വാ മോനെ, പുറത്തിരിക്കാം. ശരി, വാ പോ. പോവാന്ന് പറഞ്ഞ കേട്ടില്ലേ അച്ഛാ? എണീക്ക്. അതെ 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 മോനെ. ഓ, തൽക്കാലം രക്ഷപ്പെട്ടു. ഇനി പുറത്തു പോയിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടണം. വാ 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 വാ. ഇവിടെ ഒരു കുഴപ്പമില്ല മോനെ. അകത്ത് കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഇരിക്കാനേ പറ്റില്ല. ആ മോനെ, നീ തെറ്റിദ്ധരിക്കില്ലെങ്കി കറണ്ട് വരുന്ന വരെ നമുക്ക് ഈ വീട്ടിൽ ഇരുന്നാലോ? ഇല്ല ഇല്ല, സാരമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളാം. അയ്യോ എന്താ മോനെ, ഇത്രയും ദൂരം വന്നിട്ട് നിങ്ങൾ വീടിനെ പുറത്ത് നിർത്തി എനിക്കല്ലേ വിഷമം ഉണ്ടാവുക? കറണ്ട് വരുന്ന വരെ നമുക്ക് ഈ വീട്ടിലിരിക്കാം. അവിടെ കറണ്ട് ഉണ്ടെന്നാ തോന്നുന്നത്. ഫാൻ കറങ്ങുന്ന കണ്ടോ? അതെ അതെ അതെ. അവിടെ